Hi viewers, today we will be discussing about types or different levels of conflict. Different types or levels of conflict are intra-individual conflict, inter-individual conflict or interpersonal conflict, intra-group conflict, intergroup conflict or organizational conflict. ഇവിടെ intra എന്നാൽ within എന്നും inter എന്നാൽ between എന്നും ആണ് അർത്ഥമാക്കേണ്ടുന്നത്. നമുക്ക് എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. Intra individual conflict. This refers to conflict within an individual. It arises due to some reasons. Intra എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് തന്നെയും ചില കാരണങ്ങൾ കൊണ്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാകാറുണ്ട്. അതിനെയാണ് നമ്മൾ ഇൻട്രാ ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. വിത്തിൻ എന്ന് അർത്ഥമാക്കുന്നതാണ് നമ്മുടെ മനസ്സിനകത്ത് നമ്മളുടെ ചില ചിന്തകൾ കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ചില പ്രോബ്ലംസ്, ചില കോൺഫ്ലിക്റ്റ്, അതാണ് ഇൻട്രാ ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കോൺഫ്ലിക്റ്റ് ഫ്രം ഫ്രസ്ട്രേഷൻ. Frustration occurs when a motivated drive is blocked before a person reaches a desired goal. Frustration എന്ന് പറഞ്ഞാൽ ഒരു നിരാശ. എപ്പോഴാണ് ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നത്? അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണമെന്ന് അതിശക്തമായിട്ട് നമ്മളൊരു മോട്ടിവേഷൻ ഉണ്ടാകും. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് മുൻപ് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാകുകയാണെങ്കിൽ പിന്നീട് എല്ലാ ആൾക്കാർക്കും ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകും, ഒരു നിരാശ ഉണ്ടാകും. അതിനെയാണ് കോൺഫ്ലിക്റ്റ് ഫ്രം ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങൾ കൊണ്ട് ഒരു വ്യക്തിക്ക് പല വിധത്തിലുള്ള മാനസികമായിട്ടുള്ള ചില ഒരു ഫ്രസ്ട്രേഷൻ, ആ ഫ്രസ്ട്രേഷനിൽ നിന്നും ഒരു കോൺഫ്ലിക്റ്റ്, എന്താണ് ചെയ്യേണ്ടുന്നത്, ഇങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. It can be reduced by following mechanisms. അപ്പോൾ ഇങ്ങനെ ഫ്രസ്ട്രേഷനിൽ നിന്ന് മനസ്സിലുണ്ടാകുന്ന ഒരു മാനസിക സംഘർഷം, മനസ്സിലുണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ, ഒരു പ്രശ്നം, അത് ലഘൂകരിക്കാൻ കഴിയും ഈ പറയുന്ന കാര്യങ്ങളിലൂടെ. അഗ്രഷൻ. ഇറ്റ് റെഫേഴ്സ് ടു ദ അറ്റാക്ക് ഓഫ് ദ ബാരിയർ. ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു കാര്യം തടസ്സമായിട്ട് വരികയാണെങ്കിൽ ആ ഒരു ബാരിയറിനെ തന്നെ അറ്റാക്ക് ചെയ്യുക. അതൊരിക്കലും ആ ഒരു ലക്ഷ്യത്തിന് തടസ്സമാകാതെ അതിനെ തന്നെയും മാറ്റുവാനായിട്ട് ശ്രമിക്കുക, തടസ്സത്തിനെ തന്നെ മാറ്റുവാനായിട്ട് ശ്രമിക്കുക. അതാണ് അഗ്രഷൻ. അത് വളരെ ശക്തമായിട്ട് തന്നെ ആയിരിക്കും ആ ഒരു തടസ്സത്തിനെ മാറ്റുവാനുള്ള ശ്രമങ്ങൾ നടത്തുക. വിഡ്രോവൽ. ഇറ്റ് റെഫേഴ്സ് ടു ബാക്കിംഗ് എവേ ഫ്രം ദി ബാരിയർ. ഇനി മറ്റൊന്ന്, ഇപ്പോൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തടസ്സമായിട്ട് നിൽക്കുന്ന എന്ന തോന്നലുണ്ടെങ്കിൽ അതിൽ നിന്നും പിൻവാങ്ങുക. ആ ബാരിയറിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ അതിൽ നിന്ന് മാറി മാറി പോകുക. ഫിക്സേഷൻ. ഇറ്റ് ഈസ് ദ കണ്ടിന്യൂഷൻ ഓഫ് എഫേർട്സ് ടു ബ്രേക്ക് ദ ബാരിയർ. എന്തെല്ലാം തടസ്സം വന്നാലും ശരി തന്നെയും അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകും എന്ന ചിന്തയിലൂടെ ആ ബാരിയറിനെ, ആ തടസ്സത്തിനെ ഇല്ലാതാക്കുക. അതാണ് ഫിക്സേഷൻ. ആ ഒരു ബാരിയറിനെ മറികടന്ന് ലക്ഷ്യത്തിലേക്ക് നീങ്ങുക. ദെൻ കോംപ്രമൈസ്. ഇറ്റ് റെഫേഴ്സ് ടു സെർച്ച് ഫോർ എ ന്യൂ ഗോൾ. ഇനി ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ധാരാളം ബാരിയേഴ്സ് ഉണ്ട്. ആ ബാരിയേഴ്സിനെ മാറ്റാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു ലക്ഷ്യം കണ്ടുപിടിക്കുക, അത് അച്ചീവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാണ് കോംപ്രമൈസ്. കോൺഫ്ലിക്റ്റ് ഫ്രം ഫ്രസ്ട്രേഷന് ശേഷം അടുത്തത് ഗോൾ കോൺഫ്ലിക്റ്റ്. ഗോൾ കോൺഫ്ലിക്റ്റ് ഈസ് മോർ കോംപ്ലക്സ് ദാൻ കോൺഫ്ലിക്റ്റ് ഫ്രം ഫ്രസ്ട്രേഷൻ. ഗോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഫ്രസ്ട്രേഷനിൽ നിന്നും ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റിനെക്കാട്ടിലും കുറച്ചും കൂടെ ബുദ്ധിമുട്ടേറിയതാണ്. അതിനെ മറികടക്കാൻ കുറച്ച് പ്രയാസമാണ്. Goal conflict occurs when the attainment of one goal excludes the possibility of attaining another. ഇതിൻ്റെ ഒരു പ്രയാസം അല്ലെങ്കിൽ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇതാണ്.
ഒരേ സമയത്ത് പല ലക്ഷ്യങ്ങൾ ഉണ്ടാകുകയും പല കാര്യങ്ങൾ അച്ചീവ് ചെയ്യേണ്ടതായിട്ടും വരുമ്പോൾ ഏതെങ്കിലും ഒരു ഗോൾ മാത്രം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം മാത്രമായിരിക്കാം ഏറ്റവും പ്രധാനമായിട്ട് അച്ചീവ് ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ ബാക്കി എല്ലാത്തിനെയും മാറ്റി നിർത്തേണ്ടതായിട്ട് വരും. ബാക്കി എല്ലാത്തിനെയും ഒഴിവാക്കിയിട്ട് വേണം ആ പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ. ഇവിടെയാണ് അത് കോൺഫ്ലിക്റ്റ് ഫ്രം ഫ്രസ്ട്രേഷനിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. ഏതെങ്കിലും ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളെയും ഒഴിവാക്കേണ്ടതായിട്ട് വരും. എന്ന് വെച്ചാൽ മറ്റ് പല പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെയും ഒഴിവാക്കേണ്ടതായിട്ട് വരും. ഇത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ദ വേരിയസ് ഫോംസ് ഓഫ് ഗോൾ കോൺഫ്ലിക്റ്റ്. പലതരത്തിലുള്ള ഗോൾ കോൺഫ്ലിക്റ്റ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾസിലൂടെയാണ് ഇതെല്ലാം വിശദമാക്കിയിട്ടുള്ളത്. അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. This arises when the individual is caught between two or more positive but mutually exclusive goals. അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് രണ്ട് ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ രണ്ടും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. അപ്പോൾ അത് ഏതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന ഒരു കോൺഫ്ലിക്റ്റ്. അപ്പോൾ രണ്ടും ഒരേപോലെ നല്ല ലക്ഷ്യങ്ങളുമായിരിക്കും, അതുപോലെ തന്നെയും രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുമായിരിക്കും. അതാണ് ബിറ്റ്വീൻ ടു ഓർ മോർ പോസിറ്റീവ് ബട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഗോൾസ് എന്ന് പറയുന്നത്. രണ്ട് ലക്ഷ്യവും മികച്ചതാണ്, രണ്ടും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണിത്. എ പേഴ്സൺ വാണ്ട്സ് ടു ഗോ ഒഫീഷ്യൽ മീറ്റിംഗ് ഫോർ എ മാരേജ് ഫംഗ്ഷൻ വിച്ച് ആർ ഷെഡ്യൂൾഡ് ഫോർ സെയിം ഡേ. അപ്പോൾ ഒരേ ദിവസം തന്നെ ഒരാൾക്ക് ഒരു ഒഫീഷ്യൽ മീറ്റിങ്ങുമുണ്ട്, ഒരു മാരേജ് ഫംഗ്ഷനുമുണ്ട്. രണ്ടും ഒരേപോലെ അത്യാവശ്യമുള്ള കാര്യവുമാണ്, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ലക്ഷ്യവുമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. ഇതിനെയാണ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുന്നത് എന്നൊരു കോൺഫ്ലിക്റ്റ്. അടുത്തതായി അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. This conflict occurs when an individual is simultaneously attracted to and repelled by a single goal object. നമ്മൾ നേരത്തെ പറഞ്ഞ അപ്രോച്ച് കോൺഫ്ലിക്റ്റിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അതിലേതാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടുന്നത് എന്നൊരു സംഘർഷമാണ് മനസ്സിലുള്ളത്. പക്ഷെ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റിൻ്റെ പ്രത്യേകത, ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, അതേസമയം തന്നെ മറ്റൊരു കാരണം കൊണ്ട് അതിൽ നിന്നും പിന്മാറുന്നു. അതാണ് സൈമൾട്ടേനിയസ്ലി അട്രാക്റ്റഡ് ടു ആൻഡ് റിപ്പൾഡ് ബൈ എ സിംഗിൾ ഗോൾ ഒബ്ജക്റ്റ്. അതിലൊരു എക്സാമ്പിളിലൂടെ അത് വിശദമാക്കാം. ഇഫ് എ പേഴ്സൺ കോൾ സംവൺ ഫ്രം ഹൂം ദ പേഴ്സൺ വാണ്ട്സ് ടു ആസ്ക് എ ഫേവർ ബട്ട് ഫിയറിംഗ് ആൻ ഇൻസൾട്ട് ക്വിക്ക്ലി ക്യാൻസൽ ദ കോൾ. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു സഹായം ചോദിച്ചുകൊണ്ട് മറ്റൊരു വ്യക്തിക്ക് ഫോൺ വിളിക്കാൻ തുടങ്ങിയാണ്, അല്ലെങ്കിൽ ഫോൺ ജസ്റ്റ് മൊബൈലിലാണെങ്കിൽ അത് ഡയൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. പെട്ടെന്ന് വിചാരിക്കുകയാണ്, ഈ ഒരു ഫേവർ അല്ലെങ്കിൽ ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ഇൻസൾട്ട് ചെയ്യുമോ എന്ന് പറഞ്ഞാൽ സഹായിക്കത്തില്ല എന്ന് പറയുമോ എന്നുള്ള പേടി കൊണ്ട് പെട്ടെന്ന് കോൾ ക്യാൻസൽ ചെയ്യുകയാണ്. ആ വ്യക്തി എടുക്കുന്നതിന് മുൻപ് തന്നെ, കോൾ അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അതൊന്ന് ക്യാൻസൽ ചെയ്യും. ഇതിനെയാണ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അതായത് സഹായം വേണം, എന്നാൽ ആ സഹായം ആരോടാണോ ചോദിക്കുന്നത് ആ വ്യക്തി ഇൻസൾട്ട് ചെയ്യും എന്നുള്ള ഒരു പേടി കൊണ്ട് പിന്നീട് ആ സഹായം ചോദിക്കാതിരിക്കുന്നു. ഇതിനെയാണ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. അതായത് ഒരു ലക്ഷ്യമുണ്ട്, പക്ഷേ മറ്റെന്തെങ്കിലും കാരണം ചൊല്ലി ആ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറുകയാണ്. അതാണ് സൈമൾട്ടേനിയസ്ലി അട്രാക്റ്റഡ് ടു ആൻഡ് റിപ്പൾഡ് ബൈ എ സിംഗിൾ ഗോൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ്, അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ദിസ് occurs when an individual is forced to choose between two mutually exclusive goals, each of which possesses unattractive qualities. ഒരു വ്യക്തിയുടെ മുൻപിൽ രണ്ട് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട രണ്ട് ലക്ഷ്യങ്ങൾ ഉണ്ടാകുകയാണ്.
രണ്ടും തന്നെയും ആ വ്യക്തിയെ ആകർഷിക്കുന്നതല്ല. ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് ജോലി ആവശ്യമുണ്ട്, ജോലി ലഭ്യമാകുന്നത് അയാൾക്ക് പോകാൻ ഇഷ്ടമല്ലാത്ത ഒരു സ്ഥലത്താണെന്ന് വിചാരിക്കുക. പിന്നീട് അയാൾ ആ ജോലിക്ക് ജോയിൻ ചെയ്യുന്നു, അതിൽ നിന്ന് വരുമാനം ഉണ്ടാകുന്നു. എങ്കിലും അയാൾക്ക് ആ ജോലി ചെയ്യുന്ന സ്ഥലം, ആ പ്രദേശം ഇഷ്ടമല്ല. അപ്പോൾ അയാൾ വിചാരിക്കുന്നു ഇൻകം ഇല്ലെങ്കിലും വേണ്ടിയില്ല, ഇനി ആ ജോലി ചെയ്യുന്നില്ല. അപ്പോൾ അത്തരത്തിലൊരു കോൺഫ്ലിക്റ്റിനെയാണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ലക്ഷ്യങ്ങളാണ് അതിനവിടെ. രണ്ടും അയാളെ അട്രാക്റ്റ് ചെയ്യുന്നില്ല. ജോലിയും യഥാർത്ഥത്തിൽ ആ ജോലി ചെയ്യുന്ന പ്രദേശം, ആ സ്ഥലവും അയാളെ അട്രാക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയും ആ സാലറിയും അയാളെ ആകർഷിക്കുന്നില്ല. സാലറി ഇല്ലെങ്കിലും വേണ്ടിയില്ല, ആ ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ അയാൾ ഒരു മാനസികമായിട്ട് തയ്യാറാകുന്നില്ല. ഇതാണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, അതാണ് അടുത്തതായി. When people are confronted with several possibilities of action, each having several desirable and undesirable features. മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ പലതരത്തിലുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കും. അവയ്ക്കെല്ലാം തന്നെയും പലതരത്തിലുള്ള ഡിസൈറബിൾ എന്ന് വെച്ചാൽ ആകർഷിക്കുന്ന കാര്യങ്ങളും ഉണ്ടാകും, അൺഡിസൈറബിൾ ഫീച്ചേഴ്സ്, ആ വ്യക്തി അല്ലെങ്കിൽ ആ ആൾക്കാർ ആഗ്രഹിക്കാത്ത കാര്യങ്ങളും ഉണ്ടാകാം. ഇതിനെയാണ് മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. പല തരത്തിലുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ലക്ഷ്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അതിനകത്തെല്ലാം തന്നെയും ഡിസൈറബിൾ ആയിട്ടുള്ളതും അൺഡിസൈറബിൾ ആയിട്ടുള്ള പല പ്രത്യേകതകളും ഉണ്ടായിരിക്കാം. അപ്പോഴൊക്കെയും ആ ഒരു കോൺഫ്ലിക്റ്റ് അത്തരം വ്യക്തികൾ ഉണ്ടാകുന്നു. അതാണ് മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. Next, role conflict. Another reason for intrapersonal conflict is the need of an individual to play several roles simultaneously. ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇപ്പോൾ ഒരു വ്യക്തിക്ക് പലതരത്തിലുള്ള റോൾസ്, പലതരത്തിലുള്ള കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റാണ് റോൾ കോൺഫ്ലിക്റ്റ്. നെക്സ്റ്റ്, കോഗ്നിറ്റീവ് ഡിസോണൻസ്. It means inconsistencies in thoughts and behaviors. കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഏറ്റെടുക്കുമ്പോൾ നമ്മളുടെ ചിന്തയിലും പെരുമാറ്റത്തിലുമെല്ലാം ഒരു ഇൻകൺസിസ്റ്റൻസി, അതായത് എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നുള്ളതിനകത്തുള്ള ഒരു ആശയക്കുഴപ്പം, അത് കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന പേരിലാണ് അതിനെ അറിയപ്പെടുന്നത്. ബുദ്ധിപരമായിട്ട് നമുക്ക് ചിന്തിക്കണം ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ, പക്ഷെ ചിലപ്പോൾ നിരവധി കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടുന്നത് എന്നതിനെ കുറിച്ചൊരു ഇൻകൺസിസ്റ്റൻസി ഫീൽ ചെയ്യുക. ഇപ്പോൾ ചിലപ്പോൾ മുൻപേ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണെങ്കിൽ പോലും പെട്ടെന്ന് എന്തെങ്കിലും ഒരു മാറ്റം വരുമ്പോൾ പിന്നീട് അതെങ്ങനെ ചെയ്യണമെന്ന് ഒരു നിശ്ചയമില്ലാതിരിക്കുക. ഉദാഹരണത്തിന് ഒരു വ്യക്തി കുറേ നാളായിട്ട് മാനുവലായിട്ട് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് മറ്റ് കമ്പ്യൂട്ടറിൻ്റെ ഒന്നും സഹായമില്ലാതാണ് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കരുതുക. പിന്നീട് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടറിലൂടെ ചെയ്യണം എന്ന് ആ ഒരു ഓർഗനൈസേഷനിൽ നിന്നൊരു നിർദ്ദേശം വരികയാണ്. അപ്പോൾ ആ വ്യക്തി അത്രയും നാൾ മാനുവലി ചെയ്ത ഒരു കാര്യം പെട്ടെന്നൊരു ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ അതിനകത്തൊരു ഇൻകൺസിസ്റ്റൻസി ഉണ്ടാകും. അത് ആ ചെയ്യുന്ന ജോലിയൊക്കെ തന്നെയും ബാധിക്കും. അപ്പോൾ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള അയാളുടെ ചിന്തയും അയാളുടെ ബിഹേവിയറിനെയും ഒക്കെ അത് ബാധിക്കും. പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു മാറ്റം, അതാണ് കോഗ്നിറ്റീവ് ഡിസോണൻസ്. അടുത്തതായി ന്യൂറോട്ടിക് ടെൻഡൻസീസ്. ന്യൂറോട്ടിക് ടെൻഡൻസീസ് മീൻസ് ദീസ് ആർ ഇറാഷണൽ പേഴ്സണാലിറ്റി മെക്കാനിസംസ്. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന കോൺഫ്ലിക്റ്റാണിത്. ന്യൂറോട്ടിക് ടെൻഡൻസി. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പേഴ്സണാലിറ്റി ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പലതരത്തിലുള്ള വ്യക്തിത്വങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിൽ എന്തെങ്കിലും ഒരു ഇറാഷണാലിറ്റി എന്ന് പറഞ്ഞാൽ യുക്തിപരമല്ലാത്ത എന്തെങ്കിലും ഒരു ഫാക്ടർ അയാളുടെ പേഴ്സണാലിറ്റിയിലേക്ക് കടന്നു വരികയാണെങ്കിൽ
റാഷണൽ എന്ന് പറഞ്ഞാൽ യുക്തിപരമായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് റാഷണൽ അല്ലെങ്കിൽ റാഷണാലിറ്റി എന്ന് പറയുന്നത്. ഇറാഷണൽ എന്ന് പറഞ്ഞ് യുക്തിപരമല്ലാത്ത എന്തെങ്കിലും ഒരു ഘടകം ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിലേക്ക് കടന്നു വരികയും അയാളുടെ വ്യക്തിത്വത്തിനെ അത് ബാധിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. ഇതിനെയാണ് ന്യൂറോട്ടിക് ടെൻഡൻസീസ് എന്ന് പറയുന്നത്.